ഇസ്രായേലി ചാരനെ ഇറാനിൽ അറസ്റ്റ് ചെയ്ത് വധിച്ചതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. ഏതാനും ദിവസങ്ങളായി ഈ ചാരനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ന്യൂക്ലിയർ റിയാക്ടറുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും ഇദ്ദേഹത്തെ കണ്ടിരുന്നു എന്നുള്ളതാണ് പരാതി. തുർക്കുസാബാദ് എന്ന് പറയുന്ന പ്രദേശത്ത് ആദ്യമായി ഇദ്ദേഹത്തെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഇസ്ഫറാൻ, കറാജ്, ലഷ്കർ അബാദ്, ലാവിസാൻ, നെതൻസ് എന്ന് പറയുന്ന മേഖലയൊക്കെ, ഇതൊക്കെ ന്യൂക്ലിയർ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടിരുന്നു എന്നോ അല്ലെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രഹസ്യമായി അന്വേഷിക്കുകയും ഇയാളെ കണ്ടുപിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനമായി. 110 വ്യക്തികളെയെങ്കിലും മൊസാദ് സംഘത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് അയാൾ സമ്മതിച്ചു. അപ്പോൾ ഒരു മാസത്തിൽ 3-ലധികം തവണ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തതായും അവിടെ വെച്ചിട്ടാണ് മൊസാദ് ഏജൻസിമാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടത്തുന്നത് എന്നുള്ള കാര്യവും വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ നടപ്പിലാക്കി എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിക്കുന്നത്.